അരുമരക്ഷനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും വന്ദനം. ദൈവത്തിൻ്റെ മാനപാത്രങ്ങൾ എന്ന പ്രസംഗ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ മാനപാത്രങ്ങൾ അഥവാ ഗോഡ്സ് ഓണേഡ് വെസൽസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ദൈവത്താൽ മാനിക്കപ്പെട്ട വ്യക്തികൾ, ദൈവത്താൽ ബഹുമാനിക്കപ്പെട്ട അഥവാ ആദരിക്കപ്പെട്ട വ്യക്തികൾ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എല്ലാ വർഷവും ജനുവരി 26 അനേകരുടെ വിശിഷ്ട പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്, അവരുടെ സംഭാവനയുടെ ഫലമായിട്ട് രാഷ്ട്രപതിയിൽ നിന്നും ബഹുമതികൾ അവർ നേടുന്നുണ്ട്. അനേകം പേരും ആദരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്തരുണത്തിൽ അപ്രകാരമുള്ള വ്യക്തികളെക്കുറിച്ചല്ല നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. വേദപുസ്തക ചരിത്രത്തിൽ ദൈവം മാനിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ്, ദൈവം ആദരിച്ച വ്യക്തികളെക്കുറിച്ച്, ദൈവം ബഹുമാനിച്ച വ്യക്തിയെക്കുറിച്ച്, ദൈവം പ്രശംസിച്ച വ്യക്തികളെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തക കഥാപാത്രങ്ങളിൽ നിന്നും എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, ഊസ് ദേശക്കാരനായ ഇയ്യോബ് എന്ന ആ മഹൽ വ്യക്തി. ഊസ് ദേശത്തെക്കുറിച്ച് ചിന്തിക്കാമെങ്കിൽ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ചിന്തിക്കാമെങ്കിൽ, വാസ്തവത്തിൽ വേദപുസ്തകം ആകട്ടെ മറ്റ് ചരിത്ര നോക്കാമെങ്കിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നുള്ളൂ. ഊസ് ദേശത്തെക്കുറിച്ച് ചിന്തിക്കാമെങ്കിൽ, ഊസ് ദേശം അത് ദമസ്കസിൽ ആണ് എന്ന് ഒരു ചരിത്രകാരൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ജോസീഫസ് എന്ന ചരിത്രകാരനാണ് അപ്രകാരം പറയുന്നത്. പക്ഷേ എത്രത്തോളം അത് വിശ്വാസമാണെന്നറിയത്തില്ല. മറ്റു ചില വ്യക്തികൾ പറയുന്നു അത് വടക്കൻ അറേബ്യയിലാണെന്ന്. പക്ഷേ വ്യക്തമായിട്ട് ഊസ് ദേശം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. നമുക്കെന്നാൽ ഇന്ന് നമ്മുടെ പ്രധാന ചിന്താവിഷയം അതല്ല. അദ്ദേഹം എവിടത്തുകാരനായിരുന്നെങ്കിലും നമുക്കിന്ന് ചിന്തിക്കാനുള്ളത് ആ വ്യക്തിയെക്കുറിച്ച് ആണ് പ്രധാനമായി ചിന്തിക്കുന്നത്. ദൈവം മാനിച്ച ഇയ്യോബ് എന്ന ആ വ്യക്തി. ദൈവത്താൽ മാനിക്കപ്പെട്ട ഇയ്യോബിനെ സംബന്ധിച്ച് നമ്മൾ നോക്കാമെങ്കിൽ, പ്രത്യേകിച്ച് ഈ പുസ്തകത്തെക്കുറിച്ച് നാം പഠിക്കുന്ന സമയത്ത് ദൈവം പ്രത്യേകിച്ച് മാനിക്കാൻ തക്കണമുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പുസ്തകത്തിനെ പറ്റി മൊത്തമായി നാം പഠിക്കാമെങ്കിൽ, നമ്മളെ എപ്രകാരമാണ് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കഥ, ജീവിതകഥ, ജീവനകല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു, നമ്മളെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തിക്ക് പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, പ്രതിസന്ധികൾ അവനെ തരണം ചെയ്യുന്ന സമയത്ത് ദൈവത്തിലുള്ള വിശ്വാസം അവൻ വിട്ടുകളയാതെ എപ്രകാരം അവന് ആ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ നേരിടാൻ തക്കണം കഴിയും എന്ന് അത്ര വിദഗ്ധമായ വിധത്തിൽ, രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം വേദപുസ്തക ചരിത്രത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം പോലെ മറ്റൊന്നുണ്ടോ എന്ന് എനിക്ക് വളരെ സംശയമാണ്. അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇയ്യോബിൻ്റെ പുസ്തകം പ്രാചീന കാലങ്ങൾ മുതൽ ഈ നിമിഷം വരെയും വേദപുസ്തക പണ്ഡിതന്മാർ മുതൽ ഇന്ന് അനേകം പേരും ഈ പുസ്തകം വായിക്കുന്നവർ അതിനെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും ഒരു ജീവിത അല്ലെങ്കിൽ ഒരു ദിശാലക്ഷ്യം നമുക്ക് നൽകുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തും അന്നും ഇന്നും മനുഷ്യർ ചിന്തിച്ചിരുന്നൊരു കാര്യമുണ്ട്. കാരണം പ്രയാസങ്ങളെ, കഷ്ടത മനുഷ്യന് വരുന്നത് അത്
അവർ ചെയ്ത അല്ലെങ്കിൽ അവരുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത പാപങ്ങൾ മുഖാന്തരമാണ് എന്നുള്ള ആ ചിന്ത, അപ്രകാരമുള്ളൊരു വിശ്വാസം. അത് വേദപുസ്തക പ്രകാരം ചിന്തിക്കാമെങ്കിൽ അതൊരിക്കലും ശരിയല്ല എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് പ്രകാരം നമുക്ക് ഗ്രഹിക്കാൻ തക്കണം കഴിയും. അതിന് ഉദാഹരണമായിട്ട് വേദപുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനിപ്പോൾ തിരിക്കുകയാണ്. അത് വായിക്കുന്ന സമയത്ത്, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു എന്ന് ചോദിക്കുന്നു. ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവൻ എങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് തന്നെ എന്ന് അവരുടെ വളരെ പ്രസ്പഷ്ടമായ വിധത്തിൽ ഭാഷയിൽ ഭംഗിയായി സംസാരിച്ചതായിട്ട് ഇവിടെ കാണുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, നമ്മൾ കഷ്ടത്തിലാകുന്ന സമയത്ത് പലപ്പോഴും നാം ദൈവത്തെ കുറ്റം പറയുകയും ദൈവത്തെ ശപിക്കുകയും ചെയ്യുന്ന അനേകം പേരെ നാം ദർശിക്കാറുണ്ട്. ഇന്ന് അത് ചിലപ്പോൾ നമ്മുടെ അനുഭവത്തിലും വരാൻ സാധ്യതയുണ്ട് എന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ ഇവിടെ അപ്രകാരമാണ് അല്ല നാം കാണുന്നത്. ദൈവം പറയുന്നത്, അവൻ പിറവിയിലെ അവൻ കുരുടനായത് മറ്റൊന്നും കൊണ്ടല്ല, നാമമഹത്വത്തിന് വേണ്ടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്ന തക്കോണമാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമുക്ക് കാണിച്ചു തന്നത് ഇയ്യോബിൻ്റെ ജീവിത കഥയിൽ കൂടെയാണ് എന്ന് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. എത്ര മനോഹരമാണ്! ഇയ്യോബ് എപ്രകാരമാണ് തനിക്ക് കഷ്ടതകൾ വന്ന സമയത്ത് അവൻ്റെ ജീവിതത്തെ അവൻ നേരിട്ടത് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ദൈവം നീതിമാനായ ദൈവഭക്തനായിരുന്ന ദോഷം വിട്ട് അകലുന്ന ആ വ്യക്തിയെ സാത്താന് അവന് പരീക്ഷിപ്പാൻ തക്കോണം, അവന് പരിശോധിപ്പാൻ തക്കോണം വിട്ടുകൊടുത്തു എന്നൊരു ചോദ്യം പലരും ചോദിക്കാം. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ദൈവം നാമ മഹത്വത്തിന് വേണ്ടി ആണ് അവൻ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്. പ്രിയ ദൈവമക്കളെ, ഞാനൊന്ന് പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവം എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത്, പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് എൻ്റെ ദൈവത്തോടെ ഞാൻ ഒരു പടി കൂടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. നിങ്ങളുടെയും അനുഭവം അങ്ങനെ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കഷ്ടത പലപ്പോഴും, അല്ലെങ്കിൽ കഷ്ടത നമുക്ക് ദൈവം അനുവദിക്കുന്നത് പലപ്പോഴും ദൈവത്തോട് അടുക്കിലേക്ക് ചെല്ലുവാൻ തക്കണോ. അത് എൻ്റെയും നിങ്ങളുടെയും അനുഭവം അപ്രകാരമായിരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്തുകൊണ്ട് ദൈവം ഇയ്യോബിനെ മാനിക്കുന്നു? ഇയ്യോബിനെ മാനിക്കാനുള്ള കാരണം എന്താണ് എന്ന് പ്രത്യേകം നാം ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ചിന്തിപ്പാൻ തക്കണുള്ളത് മറ്റൊന്നുമല്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഇയ്യോബിൻ്റെ സ്വഭാവ വിശേഷതകളെക്കുറിച്ച്, സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച്, തൻ്റെ മികച്ച സ്വഭാവ രീതികളെക്കുറിച്ച് നാം അല്പമായി അറിയേണ്ടിയിരിക്കുന്നു. വേദപുസ്തകം നാം എടുക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്ന സമയത്ത്, ഇയ്യോബിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ഇയ്യോബ് അവൻ നീതിമാനായിരുന്നു എന്നുള്ളതാണ്. ദൈവം അവനെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ആദ്യം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇയ്യോബ് 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത് ഇയ്യോബ് നീതിമാനായിരുന്നു എന്ന് പറയുന്നു. അവൻ ദൈവഭക്തൻ ആയിരുന്നു എന്ന് കാണുന്നു. അതുമാത്രമല്ല, അവൻ ദോഷം വിട്ട് അകലുന്നവന് ആയിരുന്നു എന്ന് നാം ഇവിടെ കാണുന്നു. ആ നീതിമാനായ ഇയ്യോബിനെക്കുറിച്ച് ഈ ഭാഗത്ത് മാത്രമല്ല, വേദപുസ്തകത്തെ മറ്റ് ചില ഭാഗങ്ങൾ വായിക്കുന്ന സമയത്തും അവിടെ ഇയ്യോബിനെക്കുറിച്ച് അവൻ നീതിമാനാണെന്ന് എടുത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായം 13-ഉം 14-ഉം വായിക്കുന്ന സമയത്ത് അവിടെ ദൈവം പറയുന്നത്, ഒരു ദേശത്ത് അതിൻ്റെ പാപം മുഖാന്തരം അതിനെ നശിപ്പിക്കേണ്ടി വന്നാൽ തന്നെയും ഒരു പക്ഷെങ്കിൽ 3 നീതിമാരെ എടുത്ത് പറയുന്ന ഒരു വ്യക്തി, അതായത് ഇയ്യോബ്, നോഹ,
ഇങ്ങനെ 3 പേരുകൾ എടുത്ത് പറയുന്ന സമയത്ത് ദാനിയേൽ, ഈ 3 പേരുകൾ എടുത്ത് പറയുന്ന സമയത്ത് ഇവിടെ ഇയ്യോബിൻ്റെ പേര് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇയ്യോബ്, അതിൽ ഈ നീതിമാന്മാർ ഉണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ അവർ രക്ഷ പ്രാപിക്കും, ആ നാശം എല്ലാവർക്കും സംഭവിക്കത്തില്ല, അവർക്ക് രക്ഷ ഉണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 11-ാം വാക്യം സമയത്ത് അവിടെ ഇയ്യോബിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞായിട്ട് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇയ്യോബ് നീതിമാനായിരുന്നു, അതുകൊണ്ട് ദൈവം അവനെ ആദരിച്ചു എന്ന് കാണുന്നു. രണ്ടാമത്തെ നാം ഈ പുസ്തകം വായിക്കുന്ന സമയത്ത്, 1-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ഇയ്യോബിനെക്കുറിച്ച് നാം ചിന്തിക്കുന്ന സമയത്ത് അവൻ 5-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത്, എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്തു, ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയി ഇരിക്കും എന്ന് പറഞ്ഞ് ആളയച്ചു അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റവരുടെ സംഖ്യയ്ക്ക് തക്കവണ്ണം ഹോമയാഗങ്ങൾ കഴിക്കുകയും ചെയ്തു എന്നിവിടെ പറയുന്നു. എത്ര മനോഹരമായ ഒരു ഭാഗമാണ് നമ്മുടെ കാണുന്നത്. അവൻ്റെ മക്കളെക്കുറിച്ച്, അവരുടെ രക്ഷയെക്കുറിച്ച്, അവരുടെ നിത്യരക്ഷയെക്കുറിച്ച്, സ്വന്തം മക്കളെക്കുറിച്ച്, അവരുടെ നിത്യരക്ഷയെക്കുറിച്ച് വളരെ ഭാരമുണ്ടായിരുന്നൊരു വ്യക്തി. നമ്മുടെ അനേകം പേര് ഇവിടെ ഇരിക്കുന്നവർ, നിങ്ങളെ മുഖത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനേകം പേരും പ്രായമുള്ളവരാണ്, അവരും മക്കളുടെ മക്കളുള്ളവരാണ്. നിങ്ങളെത്ര പേര്, അല്ലെങ്കിൽ നമ്മളിൽ എത്ര പേര് നമ്മുടെ കുഞ്ഞുങ്ങളുടെ രക്ഷയെക്കുറിച്ച്, നിത്യരക്ഷയെക്കുറിച്ച്, വരാൻ പോകുന്ന നിത്യരക്ഷയെക്കുറിച്ച് നാം ഭാരമുള്ളവരാണ്, എരിവുള്ളവരാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ അപ്രകാരമുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു മാതൃകാ വ്യക്തിയായിരുന്നു, ഒരു കുടുംബസ്ഥനായിരുന്നു എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. നമ്മളും ഇയ്യോബിനെ പോലെ ആയിരിക്കണം. ദൈവം അതുകൊണ്ടും അവനോട് സ്നേഹമുള്ളവനായി തീർന്നു, അവനെ മാനിക്കുന്നത് കാണുന്നു. അതുപോലെ നാം ചിന്തിക്കാമെങ്കിൽ ഇയ്യോബിനെ സംബന്ധിക്കുമ്പോൾ മറ്റൊരു കാര്യം കാണുന്നത്, ഇയ്യോബിന് പ്രത്യേകിച്ച് 2 വിശ്വാസ പരിശോധനകൾ വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അത് വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കാണുന്നുണ്ട് 2 പരിശോധനകൾ. അവൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ളൊരു പരിശോധനയാണ്. സാത്താൻ ദൈവത്തെ അടുക്കലേക്ക് ചെല്ലുന്നു. ദൈവപുത്രന്മാർ പ്രാർത്ഥന നിൽക്കുന്ന സമയത്ത്, അവർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് സാത്താൻ അവിടെ ചെല്ലുന്നു. അങ്ങനെ സാത്താനുമായിട്ടുള്ള ആ സംസാരത്തിൽ ദൈവത്തോട് അവൻ പ്രതിവാദിച്ച് അവന് പരീക്ഷിപ്പാൻ തക്കവണ്ണം, അവന് പരിശോധിപ്പാൻ തക്കവണ്ണം, അവൻ്റെ വിശ്വാസത്തെ വിടാൻ തക്കവണ്ണം അവൻ 2 പരിശോധനയിൽ അവനെ വിട്ടുകൊടുക്കാൻ തക്കവണ്ണം അവൻ ആവശ്യപ്പെടുന്നു. ഒന്നാമത്തത് പറയുന്ന സമയത്ത്, നീ അവനെ അനുഗ്രഹിച്ചത് കൊണ്ടാണ്, മൃഗസമ്പത്ത് കൊണ്ടും ദാസന്മാരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവനെ നീ അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് അവൻ നിന്നോട് ദൈവഭക്തി മുറുകെ പിടിക്കുന്നത് എന്ന് സാത്താൻ ദൈവത്തോട് പറയുന്ന സമയത്ത് ദൈവം പറഞ്ഞു, അപ്രകാരമല്ല, നീ പറയുന്നത് തെറ്റാണ്. അവൻ്റെ ധനം മുഖാന്തരം എൻ്റെ ഭക്തിയിൽ നിന്നും മാറിപ്പോയിട്ടില്ല, അതുകൊണ്ടല്ല അവൻ ദൈവഭക്തനായിരിക്കുന്നത് എന്ന് ദൈവം പറഞ്ഞ സമയത്ത് അങ്ങനെ അല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നീ അവനുള്ളതെല്ലാം ഒന്ന് തൊടുക എന്ന് സാത്താൻ പറയുന്നു. ഒരു പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ധനത്തിൽ ദൈവം ഒന്ന് തൊടുകയാണെങ്കിൽ നമ്മൾ ദൈവത്തോട് എപ്രകാരമാണ് പ്രതികരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹമായ ധനം നമ്മളിലുള്ള സമയത്ത് നമ്മുടെ ഭക്തി മുറുകെ പിടിക്കാനാണ് ദൈവം പറയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോരെന്ന് പറയുന്നത്. ഇവിടെ ഇയ്യോബ് അപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞു. സാത്താൻ അത് സമ്മതിച്ചില്ല. സാത്താൻ്റെ അപേക്ഷ പ്രകാരം അവൻ വിട്ടുകൊടുക്കുന്നു. ഇതാ അവൻ നിൻ്റെ കയ്യിലിരിക്കുന്നു, നിനക്കിഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക, പക്ഷേ മറ്റ് ദോഷങ്ങൾ അധികമായിട്ട് നീ അവന് ചെയ്യരുത് എന്ന് വേദപുസ്തകം വായിക്കുന്ന സമയത്ത്, ഇവിടെ 11-ാം വാക്യം വായിക്കുന്ന സമയത്ത്, തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞു. നമുക്ക് പിന്നീട് ആ കഥ
വ്യക്തമായിട്ടറിയാം, അവനുള്ള സകലതും ഒരു സമയത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് എല്ലാം നശിച്ചതായിട്ട് കാണും. അവൻ്റെ ദാസീദാസന്മാർ, അവൻ്റെ മക്കൾ, അവൻ്റെ ഭാര്യ ഒഴികെ മറ്റെല്ലാം അവനുള്ള സകല സമ്പത്തും പെട്ടെന്ന് നശിച്ചതായിട്ട് കാണുന്നു. സാത്താൻ അത് നശിപ്പിച്ചതായിട്ട് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കുള്ള സമ്പത്ത് ഒരു പക്ഷെങ്കിൽ നാം അറിയാത്ത കാരണത്താൽ നശിച്ചു പോകുന്ന സമയത്ത് അന്ന് ദൈവത്തെ നോക്കി നാം പഴിക്കുമോ? ഇവിടെ ഇയ്യോബ് ആ സമയത്ത് സകലതും നശിച്ചു എന്ന് അവൻ്റെ ദാസന്മാർ, ഒറ്റപ്പെട്ട ദാസന്മാർ വന്നവനെ അറിയിച്ച സമയത്ത് ഇയ്യോബിൻ്റെ മനോഭാവം അത് ഏത് വിധത്തിൽ എത്ര മനോഹരമായ ഒരു മനോഭാവത്തോടെയാണ്, ഒരു ജീവിത വീക്ഷണത്തോടെയാണ് അവൻ എടുക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനം. അത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വായിക്കുന്ന സമയത്ത് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് ഇയ്യോബ് അവിടെ പറയുന്നത്, അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തലചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തു നിന്നും പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തു നിന്നും വന്നു, അപ്രകാരം തന്നെ മടങ്ങി. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലോ ഒന്നിലും അവൻ പാപം ചെയ്തില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ പരിശോധന വരുന്ന സമയത്തും അവൻ അതിൽ വിജയിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. സാത്താൻ പറഞ്ഞു, ത്വക്കിന് ത്വക്ക്. ഒരു മനുഷ്യൻ്റെ ജീവനെ തൊട്ട് കളിച്ചാൽ അവൻ ഒരിക്കലും അത് സഹിക്കത്തില്ല. നീ അവൻ്റെ ശരീരത്തിൽ നിന്ന് തൊട്ട് നോക്ക്, അവൻ്റെ ശരീരത്തെ നീ ഒന്ന് തൊട്ട് നോക്ക്, അങ്ങനെയാണെങ്കിൽ അവൻ നിന്നെ ത്യജിച്ചു പറയുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, ഇതാ അവൻ നിൻ്റെ കയ്യിലിരിക്കുന്നു, നീ അവൻ്റെ ശരീരത്തെ നീ ബാധിക്കുക, പക്ഷേ ഒരു കാര്യം, അവൻ്റെ പ്രാണനെ മാത്രം നീ എന്ത് ചെയ്യരുത്, തുടരുത് എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, നമ്മളെപ്പറ്റി ചിന്തയുള്ള ഒരു ദൈവം ഇവിടെ ചിന്തിക്കുക. ഒരു വ്യക്തി ദൈവഭക്തനായിരുന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെക്കുറിച്ച് എത്രമാത്രം ചിന്തിക്കുന്നു എന്ന് നോക്കണം. നമ്മളെ പറ്റി വളരെ ഭാരപ്പെടുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ കഴിയും. അതുമാത്രമല്ല, നാം മുൻപ് വായിക്കുന്ന സമയത്ത് ഞാൻ എടുത്തു പറയാത്ത മറ്റൊരു കാര്യമുണ്ട്. അവിടെ സാത്താൻ പറയുന്നത്, നീ അവന് ചുറ്റും, അവനുള്ള സകലന് ചുറ്റും നീ ഒരു വേലി കെട്ടിയിട്ടില്ലയോ എന്ന് ചോദിക്കുന്നു. ഒരു വ്യക്തി ദൈവത്തിലായി കഴിഞ്ഞാൽ, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു കഴിഞ്ഞാൽ, ദൈവം അവന് ചുറ്റും, അവനുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കും അപ്രകാരമുള്ള ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു കൂടെയോ എന്ന് നാം ചിന്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുന്നത് അവനൊരു താക്കീത് നൽകി വിടുന്നു. സാത്താനോട് ദൈവം ഒരു താക്കീത് നൽകുന്നു, നീ അവൻ്റെ ശരീരത്തിൽ തൊടുക, പക്ഷേ അവൻ്റെ ജീവനിൽ മാത്രം നീ കൈവയ്ക്കരുതെന്ന് പറഞ്ഞു. സാത്താൻ പോകുന്നു. സാത്താൻ അവനെ ഇവിടെ വായിക്കുന്ന സമയത്ത് ഉള്ളംകാൽ മുതൽ നെറുക വരെ അവനെ വലിയ പരുക്കളാൽ ബാധിച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അവൻ ഓട്ട് കഷ്ണം എടുത്ത് അവൻ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. പുഴുക്കളെ അവൻ ചൊറിഞ്ഞ് ആ ചാരത്തിലിട്ട് അവൻ ചാരത്തെ കിടക്കയായി അവൻ സ്വീകരിച്ച് അവിടെ ദണ്ഡനം അനുഭവിച്ചു എന്ന് കാണുന്നു. എങ്കിലും ആ ചാരത്തിലിരുന്നു കൊണ്ട് അവൻ ദണ്ഡനം അനുഭവിക്കുന്ന സമയത്ത്, വേദന അനുഭവിക്കുന്ന സമയത്ത്, സാത്താൻ ഇയ്യോബിൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളെ പരീക്ഷിച്ച് അവളെ കൊണ്ട് എന്ത് പറഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഇനിയും നിൻ്റെ ഭക്തി നീ മുറുകെ പിടിക്കുന്നുവോ ഇയ്യോബേ? നിനക്ക് അവനെ ത്യജിച്ച് പറഞ്ഞുകൊണ്ട് മരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ വിശ്വാസവീരന്മാരിൽ വിശ്വാസവീരനായ വ്യക്തി ഇവിടെ പറയുന്ന ഉത്തരവും വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് വായിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ, ഇയ്യോബ് 2-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തൻ്റെ ഭാര്യയോട് അവൻ ചോദിക്കുന്നത്, അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം.
ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, പലപ്പോഴും ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ നാം ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കത്തുള്ളൂ. അല്ലാത്ത സമയങ്ങളെല്ലാം നാം ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ മനസ്സ് വയ്ക്കാത്ത ഒരു അനുഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കാമെങ്കിൽ തിന്മയും നമുക്ക് അനുഭവിച്ചുകൂടെയോ എന്ന് ഇയ്യോബ് ചോദിക്കുന്ന സമയത്ത് നമുക്കെന്താണ് പഠിപ്പാനുള്ളത് എന്ന് ചിന്തിക്കുക. അതായിരുന്നു അവൻ്റെ ജീവിത ആ തത്വം. ആ ജീവിത തത്വം എന്നെ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. ജീവിതത്തിൽ നാം എടുക്കേണ്ട മനോഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു ദൃഷ്ടാന്തം പറയാൻ ആഗ്രഹിക്കുന്നു. 2 വ്യക്തികൾ ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് വെളിയിലേക്ക് അവർ നോക്കി. 2 പേരും ആ ജനാലയിൽ കൂടെ അഴിയിൽ കൂടെ അവർ ഒരു ദൂരത്തിൽ കൂടെ വെളിയിലേക്ക് നോക്കുകയായിരുന്നു. ഒരു വ്യക്തി മനോഹരമായ ആകാശത്തെ, വർണ്ണശബളമായ ആകാശത്തെ കാണുന്നു. കാരണം അത് സൂര്യ അസ്തമന സമയമായിരുന്നു. ആ വ്യക്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് കാണുന്നു. അതുപോലെ അടുത്ത വ്യക്തി അവൻ നോക്കുന്നത് നേരെ താഴേക്കാണ് നോക്കുന്നത്. അവൻ കണ്ടത് പന്നികളെയാണ്, ചെളിക്കൊണ്ടിൽ കിടന്ന് മതിക്കുന്ന പന്നികളെ. അതവനെ നിരാശപ്പെടുത്തി. അവൻ ദൈവത്തെ ശപിച്ചു, അവനെ തന്നെ വഴിച്ചു. അവൻ കുറ്റം പറഞ്ഞു, ലോകത്തെ അവൻ ശപിച്ചതായിട്ട് കാണുന്നു. അപ്രകാരമുള്ളൊരു മനോഭാവമാണ് നാം എടുക്കേണ്ടത്. ആരുടെ മനോഭാവമാണ് നമുക്ക് കാണേണ്ടത് എന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമാണ്. എന്തുകൊണ്ട് ദൈവം ഇയ്യോബിനെ മാനിച്ചു എന്നിവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എപ്രകാരം ചിന്തിച്ചു, എപ്രകാരം അവനെ അവസാനം മാനിക്കുന്നു, എപ്രകാരം അവനെ അനുഗ്രഹിക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ നല്ല സ്വഭാവം കൊണ്ട് ദൈവം അവനെ മാനിക്കുന്നു. 42-ാം അധ്യായം ഇയ്യോബ് വായിക്കുന്ന സമയത്ത് ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്ക മുഖാന്തരം അവസാനം അത് അവന് നന്മയായിട്ട് തീരുന്നതായിട്ട് കാണുന്നു. 42-10 വായിക്കുന്ന സമയത്ത് ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ തൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി എന്ന് പ്രത്യേകിച്ചോടെ വായിച്ചിരിക്കുന്നു. പ്രിയമക്കളെ, നിങ്ങളങ്ങനെ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും എന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, ദൈവം പിന്നീട് എന്ന വായിക്കുന്ന സമയത്ത് അവന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം അവന് തിരികെ നൽകി എന്ന് കാണുന്നു. എനിക്ക് നിങ്ങൾക്ക് അപ്രകാരം ചെയ്തുകൂടെയോ? തീർച്ചയായും ദൈവം നമ്മളെ അപ്രകാരം ചെയ്യുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇയ്യോബിൻ്റെ ദൈവമായ കർത്താവേ, ഇയ്യോബിനെ എപ്രകാരമാണ് അനുഗ്രഹിച്ചത് അതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ. ഇയ്യോബിനെ പോലെ ഭക്തി മുറുകെ പിടിപ്പാൻ തക്കവണ്ണം, നീതിമാന്മാരായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഞങ്ങൾ മാനിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും അവസാനം മരപരിശനായ യേശു ക്രിസ്തുവിനായി വരുന്ന സമയത്ത് ഞങ്ങൾ ഒരു കുഞ്ഞു പോലും നശിച്ചു പോകാതെ ആ നിത്യജീവനായി മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഏവരും കാണാനുള്ള സൗഭാഗ്യം തരണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ. ആമേൻ.